ജൂൺ മാസം തൊഴിൽപരമായ കാര്യങ്ങളിൽ അസംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ജോലി ഉപേക്ഷിക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. എന്നിരുന്നാലും കർമ്മരംഗത്ത് പുതിയ ചുമതലകൾ എടുക്കേണ്ടി വരും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നതിലൂടെ മേലധികാരികളിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വരുമാന മാർഗത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ പങ്കാളിത്തം ഇഷ്ടമാണ്. അതിനാൽ വളർച്ചയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യും. സർക്കാർ ജോലിയുള്ളവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കും. സാമ്പത്തികമായി വരുമാനത്തിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ പകുതിയോടെ പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക ഇടപെടലുകൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും വർഷാവസാനത്തോടെ വരുമാനവും സമ്പാദ്യശേഷിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ജൂൺ മാസത്തിലെ ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തികമായ ഒരു സ്വതന്ത്ര ജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ് പൂരിട്ടാതി നക്ഷത്രക്കാർ. ഈ കാലയളവ് ചെലവ് നിയന്ത്രിക്കുന്നതിൽ മിതത്വം പാലിക്കേണ്ടതുമുണ്ട്. ഈ മാസം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. ദേഹാലസ്യം അനുഭവപ്പെടാം. നാഡീ ഉദര രോഗങ്ങൾ അവഗണിക്കരുത്. വിദഗ്ധ ചികിത്സകളാൽ രോഗശമനം ഉണ്ടാവുകയും ചെയ്യും. ഭക്ഷ്യവിഷബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. വീഴ്ച, ചതവ് എന്നിവ വരാതെ നോക്കണം. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക മാനസികാരോഗ്യത്തിന് ഗുണകരവുമാണ്. ഈ വർഷം വൈകാരികമായ ഉയർച്ചത്താഴ്ചകൾ നേരിടേണ്ടി വരും. അതിനാൽ അനാവശ്യ സമ്മർദ്ദം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ജൂൺ മാസത്തിൽ ബന്ധങ്ങളുടെ ദാർഢ്യത്തിൽ ചില അയവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഭാഗികമായി വിജയിക്കും. മാതാപിതാക്കളിൽ നിന്ന് പൂർണ്ണ സ്നേഹവും വാത്സല്യവും ലഭിക്കാതെ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ പൊതുവായൊരു സ്വഭാവമാണ്.